കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളി ബൈപ്പാസ് റോഡിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുകയാണ്. രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഈ മേഖല താവളമാക്കുന്നു എന്നാരോപിച്ചാണ് ഈ മാർച്ച്. ഇരിങ്ങാടൻപള്ളി ബൈപ്പാസിൽ നിന്ന് മിഥില ബാലൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു മാർച്ചായിരുന്നു ഇത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ? പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ മേഖലയിൽ പ്രത്യേകിച്ച് കോവൂർ ഇരിങ്ങാടൻപള്ളി ബൈപ്പാസ് റോഡിൽ രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘങ്ങൾ താവളമാക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു കട അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് വലിയ പ്രകോപനപരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമം നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. ഇന്നലെ ഇത്തരത്തിൽ ഇവിടെ പ്രദേശവാസികളെല്ലാം തന്നെ ചേർന്ന് ഇത്തരത്തിൽ കടകൾ അടപ്പിക്കുന്ന ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ മെഡിക്കൽ കോളേജ് സെക്രട്ടറി MK അഷിന് പരിക്കേറ്റിരുന്നു. ആ ഒരു സംഭവം കൂടിയുണ്ട് ഇന്നത്തെ ഈ ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ചിന് പിന്നിൽ. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു മാർച്ച് നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമം നേതാക്കന്മാരുടെ ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. പോലീസും ഇവിടെയുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് ഈ റോഡിലൂടെ ഇരിങ്ങാടൻപള്ളി ഈ റോഡിലൂടെ കഴിഞ്ഞ ദിവസം MDMA പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ ആളുകൾ കൂടുതൽ തമ്പടിക്കുന്നത്. ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾ തമ്പടിക്കുന്നു, താവളമാക്കുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തിയത്. അതിനെതിരെ വ്യാപാരികളും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് പെട്രോളിംഗ് നടത്തണം, അതായത് ഈ മേഖലയിൽ കടകൾ തുറന്ന് ഞങ്ങൾ അടച്ചിടുകയാണെങ്കിൽ അത് വലിയ നഷ്ടം ഉണ്ടാകും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടലാണ് വേണ്ടത് ഈ ലഹരി മാഫിയ സംഘങ്ങളെ തുരത്താൻ. അങ്ങനെ ഇവിടെ ലഹരി മാഫിയ സംഘങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ അവരെ തുരത്താൻ പോലീസിന്റെ ഭാഗത്ത് നടപടിയാണ് വേണ്ടത്, അല്ലാതെ കടകൾ അടച്ചിടുകയല്ല എന്നതായിരുന്നു വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ യോഗം പരാജയപ്പെടുകയായിരുന്നു. വ്യാപാരികൾ ആവശ്യപ്പെട്ടത് 12 മണിവരെ എങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണം. പക്ഷേ ഈ പ്രദേശത്തുള്ള ആളുകൾ അത് അനുവദിക്കുന്നില്ല. കാരണം ഇത്തരത്തിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു, അത് ലഹരി മാഫിയ സംഘങ്ങൾ ഇവിടെ താവളമാക്കുന്നു എന്ന ഒരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ കടകൾ അടപ്പിക്കുമ്പോൾ ഈ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന് പരിക്കേറ്റത്. ആ പ്രാദേശിക നേതാവിന് പരിക്കേറ്റതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയുള്ളത്. പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് അധികം കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു കട ഇവർ അടിച്ചു തകർത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് പോലീസ് ചെറിയ രീതിയിൽ ലാത്തി വീശാനുണ്ടായ സാഹചര്യം. നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗം ചേരുന്നത് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ സർവകക്ഷി യോഗം. വ്യാപാരികളും ഈ പ്രദേശത്തുള്ള ആളുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗമാണ് ഇവിടെ നടക്കുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കോവൂർ ഭാഗത്തേക്ക്, അതായത് ഇരിങ്ങാടൻപള്ളി കോവൂർ ബൈപ്പാസ് റോഡാണ്. ഇപ്പോൾ ഇരിങ്ങാടൻപള്ളിയിൽ നിന്നും കോവൂർ ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയൊരു പോലീസ് സന്നാഹം. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി രാത്രികളിൽ 10:30-ക്ക് ശേഷം ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുന്നുണ്ട്. ഈ കടകൾ അടപ്പിക്കാൻ, തുറന്ന കടകൾ അടപ്പിക്കാൻ നാട്ടുകാർ ശ്രമിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. ആ ഒരു സംഘർഷത്തിനിടയിലാണ് ഇന്നലെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിന് പരിക്കേറ്റുണ്ടായിരുന്നത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇവർ ഇത്തരത്തിൽ ഇന്ന് വലിയൊരു പ്രതിഷേധ മാർച്ച്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു മാർച്ച്, ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയത്.